Hi, in this video നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th and 6th മൊഡ്യൂളാണ്. ഓക്കെ, 5th മൊഡ്യൂളിൽ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസംസ്, ഡെലിഗേഷൻ, ഇവൻറ്റ് മോഡൽ കാര്യങ്ങളാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് 6th മൊഡ്യൂൾ സ്റ്റാർട്ടിങ്ങിൽ ഫ്രെയിംസ് ആയിട്ട് എങ്ങനെ വർക്ക് ചെയ്യാം, അതിൻ്റെ അകത്താണ് നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. Okay, so it will be a little longer video. Okay, so let's start with frame. Okay, so നമ്മളൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് വേണ്ട ഒരു ക്ലാസ്, നോർമൽ ക്ലാസ് വിത്ത് സം നെയിം, അതിൻ്റെ അകത്തൊരു മെയിൻ ഫങ്ഷൻ. ഓക്കെ, ഈ മെയിൻ ഫങ്ഷൻ്റെ അകത്ത് നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. റെഡി. ഇനി ഫ്രെയിം എന്ന ക്ലാസ് നമുക്ക് എവിടെ നിന്ന് കിട്ടാം? java.awt പാക്കേജിൻ്റെ അകത്ത് കിട്ടാം. java.awt.star ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? awt അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ് എന്നുള്ള പാക്കേജിൻ്റെ അകത്തുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് കിട്ടും. ഓക്കെ, റെഡി. ഇതിനകത്താണ് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ java.awt.star എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ ഫ്രെയിം ഈസ് ഈക്വൽ ടു ന്യൂ ഫ്രെയിം. റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് ഫ്രെയിം. ഓക്കെ, യു ക്യാൻ സീ ദി ഫ്രെയിം ഹിയർ. ഇതിൻ്റെ അകത്ത് പേര് നമ്മൾ കൊടുത്തിരുന്നു, ടൈറ്റിൽ കൊടുത്തിരുന്നു ന്യൂ ഫ്രെയിം. ഓക്കെ, കൺസ്ട്രക്ടർ നമ്മൾ പാസ് ചെയ്ത സ്ട്രിങ് ആണ്, അതാണ് ഇതിൻ്റെ ന്യൂ ഫ്രെയിം എന്നുള്ളത് ഈ പേര്. ഇനി അതിൻ്റെ അകത്ത് നമ്മൾ ഒരു ലാബിൽ കാണാൻ പറ്റും, ഒരു ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ലാബിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇവിടെ ലാബൽ എന്ന ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ലാബൽ ഈസ് ഈക്വൽ ടു ന്യൂ ലാബൽ, ദിസ് ഈസ് എ ലാബൽ എന്ന് കൊടുത്തു. ബട്ടൺ ഈസ് ഈക്വൽ ടു ന്യൂ ബട്ടൺ ടെക്സ്റ്റ് പ്രസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ലാബിൽ ക്രിയേറ്റ് ചെയ്തു, ബട്ടൺ ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഇതിന് ലേഔട്ട് കൊടുക്കുകയാണ് നമ്മൾ. ലേഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഒബ്ജക്റ്റ്, ഇതിൻ്റെ അകത്ത് ഡ്രോപ്പ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ഏത് രൂപത്തിൽ നിൽക്കണം എന്നുള്ള ലേഔട്ടാണ് തീരുമാനിക്കുക. ഫ്ലോ ലേഔട്ട് ഉണ്ട്, ഗ്രിഡ് ലേഔട്ട് ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത ലേഔട്ട്സ് ഉണ്ട്. ഓക്കെ, ഫോർ സിംപ്ലിസിറ്റി വി കീപ് ഇറ്റ് ഫ്ലോ ലേഔട്ട്. ഓക്കെ, അപ്പോൾ ലേഔട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുക? ഫ്രെയിം ഡോട്ട് സെറ്റ് ലേഔട്ട് ഓഫ് ന്യൂ ഫ്ലോ ലേഔട്ട്. ഓക്കെ, ഈ ഫ്രെയിം എന്നുള്ള ഈ ഒബ്ജക്റ്റാണ്. ഓക്കെ, ഇതിന് നമ്മൾ എന്ത് ചെയ്തു, വ്യത്യസ്ത പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഫ്രെയിം ഡോട്ട് സെറ്റ് ലേഔട്ട്, അതിനകത്ത് ന്യൂ ഫ്ലോ ലേഔട്ട് എന്ന് കൊടുത്തു. ഇനി ഫ്രെയിമിൻ്റെ അകത്ത് നമുക്ക് ഈ ലാബിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫ്രെയിം ഡോട്ട് ആഡ് അല്ല, ഫ്രെയിം ഡോട്ട് ആഡ് ഓഫ് ലാബൽ. അപ്പോൾ ഈ ലാബിൽ ഇവിടെ ആഡായി. ഓക്കെ, ഇനി അതുപോലെ ഫ്രെയിം ഡോട്ട് ആഡ് ഓഫ് ബട്ടൺ. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, ഈ ബട്ടൺ ഇവിടെ ആഡായി. അപ്പോൾ നേരത്തെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു ലാബലും ബട്ടണും, അതിനുശേഷം നമ്മളിവിടെ ആഡ് ചെയ്തു. റെഡി. ഇനി നമ്മൾ ഫ്രെയിമിന് സൈസ് കൊടുക്കുകയാണ് 300 വിഡ്ത്ത്, 300 ഹൈറ്റ്. ഫ്രെയിം ഡോട്ട് സെറ്റ് സൈസ് ഓഫ് 300. ഫ്രെയിം ഡോട്ട് സെറ്റ് വിസിബിൾ ഓഫ് ട്രൂ എന്ന് കൊടുക്കണം, എന്നാലും നമുക്കത് വിസിബിളായിട്ട് കാണുള്ളൂ. ഓക്കെ, അപ്പോൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ടൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, ലാബിൽ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ഫ്രെയിമിൽ നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ആഡ് ചെയ്തു, അതിലേക്ക് ബട്ടണും ലാബിലൊക്കെ ആഡ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഫ്രെയിമിന് സൈസ് സെറ്റ് ചെയ്തു, വിസിബിലിറ്റി ട്രൂ ചെയ്തു, റൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ രൂപം നമ്മൾ പറയുന്നത്, അപ്പം ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, സെയിം സംഭവം തന്നെ നമ്മളിവിടെ ഫ്രെയിം എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേറൊരു രൂപം അവിടെ നമ്മൾ ചെയ്യുന്നതും സെയിം കാര്യങ്ങൾ തന്നെയുള്ളത്. അവിടെ ഇത്ര മാറ്റുള്ളൂ, നമ്മൾ എക്സ്റ്റെൻസ് ഫ്രെയിം എന്ന് യൂസ് ചെയ്യും. അതായത് ഫ്രെയിം എന്നുള്ള ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്തേക്ക് ഇൻഹെറിറ്റ് ചെയ്തു. റെഡി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഫ്രെയിം test3 ഫ്രെയിം ഈസ് ഈക്വൽ ടു ന്യൂ ഫ്രെയിം test3. അതായത് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പേരാണ് ഫ്രെയിം അല്ലേ, നമ്മുടെ സ്വന്തം ക്ലാസ്സിൻ്റെ. ഇനി നമ്മൾ സിമിലറിൽ എന്ത് ചെയ്യുക, നേരത്തെ ഉണ്ടാക്കിയതുപോലെ ലാബിൽ ക്രിയേറ്റ് ചെയ്യുക, ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഫ്രെയിമിലേക്ക് ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. ഇവിടെ ലാബിൽ ആഡ് ചെയ്തു, ബട്ടൺ ആഡ് ചെയ്തു, അതിന് മുന്നേ ഫ്ലോ ലേഔട്ടായിട്ട് നമ്മൾ ഇതിൻ്റെ ലേഔട്ടിനെ സെറ്റ് ചെയ്തു, അലൈൻമെൻറ്റ് എങ്ങനെ വേണമെന്നുള്ള സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ സൈസ് സെറ്റ് ചെയ്തു, ഫ്രെയിമിന് സൈസ് 300x300 സെറ്റ് ചെയ്തു, അതിന് വിസിബിൾ ചെയ്തു. ഇനി ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ സെയിം, ഒരു മാറ്റമില്ല, നേരത്തുള്ള അതേപോലത്തെ ഒരു എന്താ വന്നത്, ഒരു ഫ്രെയിമാണ് വന്നത്. സോ ദർസ് നോ മച്ച് ഡിഫറൻസ്. അപ്പോൾ ഇത്ര സിമ്പിളാണ് നമുക്കൊരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ. ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിമിലേക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്യുക, ഒബ്ജക്റ്റുകൾ ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. റെഡി. ഓക്കെ, നമ്മൾ ഡയറക്റ്റ്ലി
ഫ്രെയിം എന്താണെന്ന് മനസ്സിലായി. ഫ്രെയിമിൽ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം എങ്ങനെയാണെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബട്ടൺ ക്ലിക്ക് എന്നുള്ള ഇവൻറ്റ് ഒക്കർ ചെയ്ത് ഇവിടെ. ഓക്കെ, ഞാനിവിടെ മൗസ് ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ മൂവ് ചെയ്താൽ മൗസ് മൂവ് ഓവർ ദിസ് ഒബ്ജക്റ്റ് എന്നുള്ളൊരു ഇവൻറ്റ് ഒക്കർ ചെയ്തു. മനസ്സിലാണ്. ഞാൻ റൈറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് എന്നുള്ള എന്ത് ചെയ്തു, ഒരു ഇവൻറ്റ് ഒക്കർ ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇവൻറ്റ്സ് എന്ത് ചെയ്യാം, ഒരു ഫ്രെയിമിൻ്റെ മേലെ ഒക്കർ ചെയ്യാം, അതുപോലെ ഒരു ഒബ്ജക്റ്റിൻ്റെ ഓരോ ഒബ്ജക്റ്റിൻ്റെ മേലും ഒക്കർ ചെയ്യാം. അപ്പോൾ ഈ ഇവൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റക്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ലാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം, ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരണം എന്നൊക്കെ പറയാം. അത് നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം എന്ന് പറയാം. അപ്പോൾ ജാവൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം. ഓക്കെ, നമ്മൾ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസത്തിലേക്ക് ഇനി കിടക്കണം. ഇതാണ് അതിൻ്റെ ഒരു രൂപം. ഓക്കെ, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെക്കാനിസം. ഇവൻറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഇവൻറ്റ് സോഴ്സ് എന്ന് പറയുന്നത് ഈ ബട്ടണാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഇവൻറ്റ് ലിസ്ണർ എന്നുള്ള ഒരു പിന്നെ എന്താ പറയുക ത്രെഡ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഇത് റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അയാളെന്ത് ചെക്ക് ചെയ്യും, എന്തെങ്കിലും ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്ത് ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ലിസൺ ചെയ്യണം എന്ത് ഈ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എന്തെങ്കിലും ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഫ്രെയിമിൽ നിന്ന് എന്തെങ്കിലും ഇവൻറ്റ് ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻറ്റ് സോഴ്സിൽ നിന്നാണ് ഇവൻറ്റ് ഒക്കർ ചെയ്യുക. ഇപ്പോൾ ഈ ബട്ടണിൽ നിന്നാണ് ഇവൻറ്റ് ഒക്കർ ചെയ്യുക. സോഴ്സിന് പിന്നെ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ഇവൻറ്റ് ഒബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഇവൻറ്റ് ലിസ്ണറിലേക്ക് എത്തും. ഓക്കെ, അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ് എന്ന് പറയുന്ന മെത്തേഡ്സ് എന്ത് ചെയ്യും, എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങൾ ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇവിടെ പ്രസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താ, നമ്മൾ ഹാൻഡ്ലിംഗ് മെക്കാനിസം ഒന്നും കൊടുത്തിട്ടില്ല. ഓക്കെ, സപ്പോസ് നമ്മൾ കൊടുത്തിരുന്നു, അപ്പോൾ പ്രസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹായ് വെൽക്കം ടു ജാവ എന്നിങ്ങനെ എഴുതി കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതാണ് അവിടെ ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്. റെഡി. അപ്പോൾ നമ്മളെ കയ്യിൽ പിന്നെ ഈ 3 കാര്യങ്ങൾ മെയിൻ ഉള്ളത് ഇവൻറ്റ് സോഴ്സ്, ഇവൻറ്റ് ലിസ്ണർ, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ്സ്. ഇവൻറ്റ് സോഴ്സ് എന്ത് ചെയ്യും, ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പം ഇവൻറ്റ് ലിസ്ണറിങ് ലിസൺ ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരിക്കും. അപ്പോൾ ആൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എന്താണോ സോഴ്സിൽ വന്നിട്ടുള്ളത് അതനുസരിച്ച് നമ്മൾ എഴുതിയ പ്രോഗ്രാം അനുസരിച്ചുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി അതിനൊരു എക്സാമ്പിളാണ് ബട്ടൺ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ബട്ടൺ. ബട്ടൺ എന്ത് ചെയ്തു, ക്ലിക്ക് ചെയ്യും. ഇതാണ് സോഴ്സ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ ലിസ്ണർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്തൊരു ഇവൻറ്റ് സോഴ്സിന് ഇവൻറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ഇവൻറ്റ് എന്നുള്ളൊരു വേരിയബിൾ ഉണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് സംഭവിച്ചെന്നുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ അകത്തുണ്ടാവും. അത് ഇവിടെ എത്തും. എന്നിട്ട് നമ്മൾ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ആക്ഷൻ ആളാണ് എന്ത്, ഇവൻറ്റ് ഹാൻഡ്ലിംഗ് മെത്തേഡ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ആക്ഷൻ പെർഫോംഡ്. ഇത് പെർട്ടിക്കുലർ എക്സാമ്പിളാണ് നമ്മൾ ഈ ഒരു ഡയഗ്രത്തിൽ പറഞ്ഞത്. ഓക്കെ, ആക്ഷൻ പെർഫോംഡ്, ആക്ഷൻ പെർഫോം ചെയ്യും. നമ്മൾ എക്സാമ്പിൾ കാണുന്നത് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് ആക്ഷൻസ്. ഓക്കെ, ഡിഫറെൻറ്റ് ഇവൻറ്റ് സോഴ്സൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആക്ഷൻ ലിസ്ണർ, ഓക്കെ, മൗസ് ലിസ്ണർ, മൗസ് മോഷൻ ലിസ്ണർ, കീ ലിസ്ണർ, വിൻഡോ ലിസ്ണർ, കമ്പോണൻറ്റ് ലിസ്ണർ, ഫോക്കസ് ലിസ്ണർ, ടെക്സ്റ്റ് ലിസ്ണർ, അഡ്ജസ്റ്റ്മെൻറ്റ് ലിസ്ണർ എക്സെട്ര. എല്ലാം കൂടെ നമ്മൾ ഇവിടെ ആവശ്യമില്ല. പക്ഷേ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ലിസ്ണേഴ്സ്. ഓക്കെ, എന്തൊക്കെയാണ് ലിസൺ ചെയ്യുന്നത്, മൗസിൻ്റെ കാര്യങ്ങൾ ലിസൺ ചെയ്യാൻ മൗസ് ലിസ്ണർ ഉണ്ട്, മൗസ് ലിസ്ണർ, മൗസ് മോഷൻ ലിസ്ണർ ഉണ്ടാവും. ഓക്കെ, കീ സ്ട്രോക്സ് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കീസിനെ കുറിച്ച് ലിസൺ ചെയ്യാനൊരു ലിസ്ണർ ഉണ്ട് അല്ലേ. അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കീ ലിസ്ണർ എന്ത് ചെയ്യും, നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന കീസ് ഏതൊക്കെയാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അത് ഫോക്കസ് ലിസ്ണർ, എവിടെയാണോ ഫോക്കസ് വരുന്നത്, മൗസ് മൂവിങ് ഫോക്കസ് വരുന്നതിലേക്ക് നമ്മൾ എന്താ പറയുക കീ സ്ട്രോക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ഫോക്കസ് എവിടെ വരുന്നത് അതിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ലിസണേഴ്സ്. ഓക്കെ, പോസിബിൾ ഇവൻറ്റ് സോഴ്സുകൾ ഇതൊക്കെയാണ് സാധാരണ ഇതിൽ ബട്ടണ്, ലിസ്റ്റ്, ടെക്സ്റ്റ് ഫീൽഡ്, മെനു ഐറ്റം. എക്സാമ്പിളാണ് ഇനിയും വരാം. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാണ് ചെയ്യാം. എക്സാമ്പിൾ കാണുമ്പോൾ കൂടുതൽ മനസ്സിലാവും. ഓക്കെ, സോ ദിസ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ വിച്ച് ഷോസ് how to add an action to a button or how to add an action to an object. റെഡി. നമുക്ക് 2-3 രീതിയിൽ ചെയ്യാം. അതിൽ ഫസ്റ്റ് രീതിയാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മൾ 3 രീതിയും കൂടി ഒരുമിച്ച് പിന്നെ പഠിക്കണം എന്നില്ല. നമ്മൾ ഒരു രീതി കറക്റ്റ് പഠിച്ചു വെക്കാം. മറ്റേത് എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കി വെക്കാം. സാധാരണ എക്സാമിൽ ചോദിക്കാറുണ്ട് വാട്ട് ആർ ദി 2 ways ഓഫ് എന്നൊക്കെയുള്ള ആദ്യം ഇങ്ങനെ ചോദിക്കാറുണ്ട് അത്. ഓക്കെ, സോ ആക്ഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ എക്സാമ്പിൾ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, we have say first method. Okay, അപ്പോൾ ഇവിടെ എത്തിയുള്ള നമ്മൾ റൺ ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഹലോ വേൾഡ്. ഓക്കെ, ക്ലോസ് ആയി. റെഡി.
നമ്മൾ റൺ ചെയ്തു. അതിൻ്റെ അകത്തൊരു ബട്ടൺ ഉണ്ട് അല്ലേ, ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആവാനുള്ള കോഡ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ അത്രേ ഉള്ളൂ. സാധാരണ ഒരു ക്ലാസ്, നോർമൽ ക്ലാസ്. ഓക്കെ, അതിന് നമുക്ക് വേണ്ട പാക്കേജുകൾ ജാവ AWT സ്റ്റാറും പിന്നെ ഇവൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ AWT അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റിൻ്റെ അകത്ത് പാക്കേജിൻ്റെ അകത്ത് ഇവൻറ്റിൻ്റെ അകത്തുള്ള പാക്കേജിൻ്റെ അകത്തുള്ള സ്റ്റാർ മറ്റ് എന്താ പറയുക ലിസ്നേഴ്സ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. ഇവിടെ റെഡി. നേരത്തെ നമ്മൾ കണ്ടുള്ള ഫ്രെയിം ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് ഈസി. അതിന് നമ്മൾ സൈസ് സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു, ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ബട്ടൺ HW ന്യൂ ബട്ടൺ. ഓക്കെ, ഇനി ആ ഫ്രെയിമിലേക്ക് എന്ത് ചെയ്തു, ഈ ബട്ടൺ നമ്മൾ ആഡ് ചെയ്തു. റെഡി. നമ്മൾ ലേഔട്ടൊന്നും ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല, വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ബട്ടണിലേക്ക് നമ്മൾ എങ്ങനെയാണ് ആക്ഷൻ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ബട്ടൺ നമ്മൾ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, HW എന്നാണ് നമ്മൾ ബട്ടൻ്റെ പേര്, ബട്ടൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേരാണ് HW. ഇതിലേക്ക് നമ്മൾ ആക്ഷൻ ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, വി ഹാവ് ടു ആഡ് സം ആക്ഷൻ. ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള മെത്തേഡ്. നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിലും ഒക്കെ എന്താ പറയുക, ജാവ കോഡിംഗ് ആണ്, നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഒരു ബട്ടന് ആക്ഷൻ കൊടുക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു രീതിയാണത്, ഏറ്റവും സിമ്പിൾ രീതി. HW.add action listener. ഓക്കെ, ആഡ് ആക്ഷൻ ലിസ്ണർ. ഒരു ആക്ഷൻ ലിസ്ണറിനെ ആഡ് ചെയ്യണം, പക്ഷേ ആക്ഷൻ ലിസ്ണർ ആൾറെഡി ഇല്ല, അത് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ ഓപ്പണിംഗ് കാണാൻ പറ്റും, നിങ്ങൾക്കിവിടെ ക്ലോസിങ് കാണാൻ പറ്റും, സെമിക്കോളൻ കാണാൻ പറ്റും. കണ്ടോ, ഇത്രയാണ് ആക്ഷൻ ലിസ്ണർ. HW.add action listener ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. റെഡി. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ പുതിയൊരു ആക്ഷൻ ലിസ്ണർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് ഇവിടെ എന്തുള്ളത്, ന്യൂ ആക്ഷൻ ലിസ്ണർ. ഓക്കെ, ആക്ഷൻ ലിസ്ണർ എന്നുള്ള ഇൻ്റർഫേസിന് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ പുതിയ പിന്നെ എന്താ പറയുക ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക മീൻസ് അതിൻ്റെ അകത്തുള്ള പിന്നെ എന്ത് കൊണ്ടുവരും, മെത്തേഡ്സ് നമ്മൾ ഓവർറൈഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. പുതിയ നമ്മുടെ ബട്ടണിലേക്ക് ആഡ് ആക്ഷൻ ലിസ്ണർ കൊടുത്തു. അപ്പോൾ നമ്മൾ ആക്ഷൻ ലിസ്ണർ ഇല്ല, പുതിയ ആക്ഷൻ ലിസ്ണർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ന്യൂ ആക്ഷൻ ലിസ്ണർ എന്നുള്ളൊരു ഫംഗ്ഷൻ മെത്തേഡ് രൂപത്തിലാണ് ന്യൂ ആക്ഷൻ ലിസ്ണർ ഓപ്പൺ ക്ലോസ്. എന്നിട്ട് നമ്മൾ ആക്ഷൻ ലിസ്ണറുടെ ഓപ്പൺ ചെയ്തു, പുതിയ ആക്ഷൻ ലിസ്ണർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണം, മെത്തേഡ് എഴുതണം. എന്താ മെത്തേഡ്, ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ്. ആ മെത്തേഡാണ് ഇവിടെ നിങ്ങൾക്കുള്ളത്. ഓക്കെ, ശരിക്കും ശ്രദ്ധിക്കാം. ആക്ഷൻ പെർഫോംഡ്, ഇത്രയാണ് ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ അകത്ത് വരുന്ന കാര്യമാണ് എന്ത് ചെയ്യുക, ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുക. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഒരു ഇവൻ്റ് ഒക്കെ പറയുമ്പോൾ വർക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്, അതിൻ്റെ അകത്ത് ആക്ഷൻ ഇവൻറ്റ് ഈ. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ കൊടുത്ത കോഡ് എന്താണ്, system.exit. അതായത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്താവും, പ്രോഗ്രാം എക്സിറ്റ് ആയിട്ട് പോകും, സ്റ്റോപ്പ് ആയിട്ട് പോകും. വേണമെങ്കിൽ നമുക്കിവിടെ വേറെ എന്തെങ്കിലും മെസ്സേജ് കാണിക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇവൻറ്റ് ഡെമോൺസ്ട്രേഷൻ ആയതുകൊണ്ട് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇവൻറ്റ്സ് ആഡ് ചെയ്യാം എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പറയാം. ഓക്കെ, ബട്ടണിൽ ഇത്രയേ ഉള്ളൂ, HW.add action listener. ആക്ഷൻ ലിസ്ണറത്ത് ന്യൂ ആക്ഷൻ ലിസ്ണർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് എന്താണ് ആക്ഷൻ എന്ന് വേണ്ടത്, എന്ത് ചെയ്യുക, ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡിൻ്റെ അകത്ത് കൊടുക്കാം. അപ്പോൾ ഈ ആക്ഷൻ ഇവൻറ്റ് ഈൻ്റെ അകത്ത് നിന്നുണ്ടാവും എന്താണ് ആക്ഷൻ ഒക്കർ ചെയ്തതെന്നുള്ളതിനെ കുറിച്ച്, ഏത് ഒബ്ജക്റ്റിൽ നിന്നാണ് ആക്ഷൻ വന്നിട്ടുള്ളതെന്നൊക്കെയുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഈ കിട്ടും. .get ആക്ഷൻ കമാൻഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മുൻ എക്സാമ്പിൾ കണ്ടിരുന്നു, ആപ്ലെറ്റിൻ്റെ കേസിൽ, കാൽക്കുലേറ്ററിൻ്റെ കേസിലൊക്കെ. ഓക്കെ, അപ്പോൾ ഈ രൂപമാണ് ഇവിടെ സ്വീകരിക്കാം. റെഡി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്കൊരു ബട്ടണിന് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ. റെഡി. ഓക്കെ, അപ്പോൾ ഇനി എന്ത് ചെയ്യുക, F.setVisible കൊടുക്കുക. റെഡി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ ആക്ഷൻ മെത്തേഡ് ഈസ് വെരി ക്ലിയർ. ഓക്കെ, നമ്മൾ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യുക, ഫ്രെയിമിൻ്റെ അകത്ത് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക, ബട്ടൺ നമ്മൾ എന്ത് ചെയ്യുക, H.add action listener കൊടുക്കുക, ന്യൂ ആക്ഷൻ ലിസ്ണർ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ വേണ്ട കാര്യങ്ങൾ കൊടുക്കുക. റെഡി. ഇനി സെക്കൻഡ് മെത്തേഡാണ് ഇങ്ങനെയുള്ളത്, മൈ ഫ്രെയിം എക്സ്റ്റെൻസ് ഫ്രെയിം ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസ്ണർ. നേരത്തെ പറഞ്ഞിട്ടുള്ള സെയിം എഫക്റ്റ് തന്നെയാണ് വരിക, പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. എന്താ മാറ്റമുള്ളൂ, നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ പബ്ലിക് ക്ലാസ്, നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് എക്സ്റ്റെൻസ് ഫ്രെയിം. ഓക്കെ, എക്സ്റ്റെൻസ് ഫ്രെയിം ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസ്ണർ. നമ്മൾ മുന്നേ ആക്ഷൻ ലിസ്ണർ
ഇതിൻ്റെ അകത്താണ് കൊടുത്തിരുന്നത് അല്ലേ. നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചാൽ അപ്പോൾ എളുപ്പമുണ്ടാവും. ഓക്കെ, ഫ്രെയിം നമ്മൾ അകത്ത് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്തത്. അതിന് പകരം എന്ത് ചെയ്തു, എക്സ്റ്റെൻസ് ഫ്രെയിം ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ. ഓക്കെ, ഇനി ബട്ടൺ നമ്മളിവിടെ എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു അല്ലേ. ഇനി ഇവിടെ നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തത് കാരണം അല്ലേ, നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് ആൾറെഡി എന്താണ്, ഒരു ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഫ്രെയിം ഡോട്ട് സെറ്റ് സൈസ് എന്ന് കൊടുക്കേണ്ട, സെറ്റ് സൈസ് ഓഫ് 200. അപ്പോൾ അതിൻ്റെ സൈസ് വരും. ഓക്കെ, ഇതിൻ്റെ സൈസ് വരും. ഇനി സെറ്റ് ബൗണ്ട്സ്, എൻ്റെ പിന്നെ ബൗണ്ടറിയാണ്, വിഡ്ത്ത് എത്ര വേണം, ഹൈറ്റ് എത്ര വേണം എന്നൊക്കെ ഉള്ള രൂപ. ഓക്കെ, നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റെഡി. അപ്പം ഇതാണ് നേരത്തെ ഉള്ള അതേപോലെ തന്നെ ഹലോ വേൾഡ്. അപ്പോൾ അതിൽ നമുക്കൊരു ഹായ് എന്നുള്ളൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, വെൽക്കം. റെഡി. ഓക്കെ, തിരിച്ചു വരാം. ബൗൺസ് എടുത്തു. ഇനി എന്ത് ചെയ്തു, ബട്ടൺ ഇനീഷ്യലൈസ് ചെയ്തു. ആഡ് ഓഫ് HW, നമ്മുടെ ഫ്രെയിമിലേക്ക് ബട്ടൺ ആഡ് ചെയ്തു. HW ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ഓഫ് ദിസ് എന്ന് കൊടുത്തു. അതായത് പിന്നെ HW എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബട്ടണ് അല്ലേ. ബട്ടനെ നമ്മൾ എന്ത് ചെയ്തു, ആഡ് ആക്ഷൻ ലിസണർ. നമ്മൾ മുന്നേ എന്താ ചെയ്തത്, ഇവിടെ നോക്കുക, ജസ്റ്റ് കമ്പയർ ചെയ്യാം. നമ്മളിവിടെ എന്താ ചെയ്ത്, കഴിഞ്ഞ കേസിൽ HW ആഡ് ആക്ഷൻ ലിസണറിൽ എന്ത് ചെയ്തു, ന്യൂ ആക്ഷൻ ലിസണർ എന്ന് കൊടുത്തു അല്ലേ. ഇവിടെ അതിങ്ങനെ ആവശ്യമില്ല, ദിസ് എന്നാണ് കൊടുത്തത്. അതായത് ഇതേ ക്ലാസ്സിൽ തന്നെ എന്തുണ്ട്, ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ് ഉണ്ട്, മനസ്സിലായോ. അപ്പോൾ ഇവിടെ താഴെ നോക്കി നമ്മൾ കണ്ടോ, ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ് ഇതേ ക്ലാസ്സിൻ്റെ അകത്തുണ്ട് അല്ലേ. നമ്മൾ പുതിയത് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ആക്ഷൻ ലിസണറൂടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അത് കഴിഞ്ഞു. നമ്മൾ അതിനോട് ലേഔട്ട് സെറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ കൊടുത്തു. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കാര്യമാണ്. ഓക്കെ, എക്സാമിന് ഒരു പക്ഷേ ചോദിക്കുകയാണെങ്കിൽ സിലബസിൽ അങ്ങനെ കളർ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള കൊടുത്താൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യാൻ പറ്റും. കളർ ഡോട്ട് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളറാണ് വേണ്ടത്, ഒരുപാട് കളറുകൾ നമുക്ക് എന്ത് ചെയ്യും, അതിൽ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ മെയിൻ ഫംഗ്ഷനകത്തെത്തി. അവിടെ നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈസ് ഈക്വൽ ടു ന്യൂ, ക്ലാസ്സിൻ്റെ പേര് ഫോം ഡോട്ട് ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സെറ്റ് വിസിബിൾ ഈക്വൽ ടു ട്രൂ. അപ്പോൾ അത് റണ്ണാവും. ഓക്കെ, ഇനി നമ്മൾ ആക്ഷൻ പെർഫോംഡ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൻ്റെ വേറെ മാറ്റരൂപം നമ്മൾ പറഞ്ഞു അല്ലേ. ആക്ഷൻ ലിസണർ ഇവിടെ നമ്മൾ ആഡ് ചെയ്യും അല്ലേ. അതിൻ്റെ അർത്ഥം ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ചെക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ വന്നു പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ്. ഇവിടെയാണ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ അകത്തേക്ക് വരാം. നമ്മൾ പുതിയ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യണം. ഹായ് എന്ന് പറയുന്നത് ഡയലോഗ് ഡി ഈസ് ഈക്വൽ, ഡയലോഗ് എന്ന് പറഞ്ഞാൽ ചെറിയ വിൻഡോ. ഡയലോഗ് ഡി ഈസ് ഈക്വൽ ടു ന്യൂ ഡയലോഗ് ഓഫ് ദിസ് ഡി ഡോട്ട് സെറ്റ് ടൈറ്റിൽ ഹായ്, ലേബൽ L1 ലേബൽ L ഈസ് ഈക്വൽ ടു ന്യൂ ലേബൽ വെൽക്കം. ഈ ഡയലോഗിലേക്ക് നമ്മൾ ലേബൽ ആഡ് ചെയ്തു. ഡോട്ട് എൽ ഡി ഡോട്ട് ആഡ് ഓഫ് എൽ, അതായത് ഈ അതല്ല ദിസ് വൺ. ഓക്കെ അല്ല, ഇതാണ് ഡയലോഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഡയലോഗിലേക്ക് ലേബൽ ആഡ് ചെയ്തു, അതിന് വെൽക്കം എന്നുള്ളത് കൊടുത്തു അല്ലേ. അതിൻ്റെ ഈ ഡയലോഗ് ബോക്സിൻ്റെ ടൈറ്റിൽ നമ്മൾ ഹായ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആര് വരണം, ഹായ് എന്നുള്ള ഒരാളോട് വരണം. കണ്ടില്ല, ഒരു പുതിയ ഡയലോഗ് ബോക്സ് ഇവിടെ വന്നു. വീണ്ടും ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ നമ്മൾ ഇതാണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത് ഇവിടെ. റെഡി. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് രൂപം. റെഡി. എക്സ്റ്റെൻഡ് ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്യുക, ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, HW ഡോട്ട് ആഡ് ആക്ഷൻ ലിസണർ ഓഫ് ദിസ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആക്ഷൻ പെർഫോം എന്നുള്ളത് എന്ത് ചെയ്യുക, എന്താണ് ആക്ഷൻ വേണ്ടത് അത് പിന്നെ ഈ ഇതിൻ്റെ അകത്ത് തന്നെ, ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഒരു പുതിയ മെത്തേഡായിട്ട് കൊടുക്കാം. ഓക്കെ, രണ്ടും സെയിം ആണ്, ഡിഫറെൻറ്റ് രൂപത്തിൽ ചെയ്തെന്നുള്ളൂ. ഓക്കെ, ബട്ടണിലേക്ക് ആക്ഷൻ ലിസണർ ആഡ് ചെയ്തു. ആക്ഷൻ എന്താണെന്നുള്ളത് നമ്മളിവിടെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ എഴുതി, കോഡ് എഴുതി. ഓക്കെ, ഇനി മൂന്നാമത്തെ രൂപം. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്റ്റെൻസ് ഫ്രെയിം എന്ന് കൊടുത്തു. ഓക്കെ, എക്സ്റ്റെൻഡ് ഫ്രെയിം എന്ന് കൊടുത്തു, പക്ഷേ ആക്ഷൻ ലിസണർ വേറെ കൊടുത്തു. മനസ്സിലാവുന്നുണ്ടോ? ആക്ഷൻ ലിസണർ സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് കൊടുക്കുക, ഫ്രെയിം എന്നുള്ളത് എക്സ്റ്റെൻഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ആ രൂപം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ
ഇവിടെ നമ്മുടെ ക്ലാസ് അതിൽ ഫ്രെയിം എക്സ്റ്റെൻഡ് ചെയ്തു. ഓക്കെ, ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ബട്ടൺ അതിന് വേണ്ട സൈസും കാര്യങ്ങളും കൊടുത്തു. ബട്ടണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബട്ടൺ എച്ച് ഈസ് ഈക്വൽ ടു ന്യൂ ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അതിന് ടെക്സ്റ്റ് എടുത്തു. ഓക്കെ, ആഡ് ഓഫ് HW, അതായത് ബട്ടൺ എന്ത് ചെയ്തു, നമ്മുടെ ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇവിടെ നോക്കാം, HW ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ ഓഫ് ന്യൂ മൈ ആക്ഷൻ ലിസ്ണർ. അപ്പോൾ ഇവിടെയും ആക്ഷൻ ലിസ്ണർ ആഡ് ചെയ്യണം. ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണറാണ്, പക്ഷെ എന്ത് ചെയ്തു, ന്യൂ മൈ ആക്ഷൻ ലിസ്ണർ. ഈ മൈ ആക്ഷൻ ലിസ്ണർ എന്ന് പറഞ്ഞാൽ എന്താ, വേറൊരു ക്ലാസ്സാണ് അല്ലേ. ഈ ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ആരെ, ആക്ഷൻ ലിസ്ണർ. മനസ്സിലുണ്ടോ? അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് വേറൊരു ക്ലാസ് എഴുതി ആക്ഷൻ ലിസ്ണറിന് വേണ്ടിയിട്ട് അല്ലേ. അയാളുടെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് എന്നുള്ള മെത്തേഡ് എഴുതി. ഓക്കെ, ഇതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് വേണ്ട കോഡ് എഴുതി. ഇവിടെ നമ്മൾ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, സിസ്റ്റം ഡോട്ട് എക്സിറ്റ് ഓഫ് 0 നിർത്തുക. അപ്പോൾ എന്ത് ചെയ്യും, പ്രോഗ്രാം ക്ലോസ് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇതാണ് മൂന്നാമത്തെ രൂപം. ഓക്കെ, ഇനി മെയിൻ ഫംഗ്ഷൻ എഴുതാം. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് എന്ത് ചെയ്യുക, ഈ ക്ലാസ്സിൻ്റെ അല്ലേ, നമ്മുടെ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ക്ലാസ് നെയിം, ഒബ്ജക്റ്റ് നെയിം ഈസ് ഈക്വൽ ടു ന്യൂ ക്ലാസ് നെയിം, പിന്നെ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് സെറ്റ് വിസിബിൾ ട്രൂ എന്ന് കൊടുക്കുക. റെഡി. അപ്പം ഇത് 3 രൂപത്തിലാണ് നമുക്ക് എന്ത് ചെയ്യാം, ജാവൻ്റെ അകത്ത് ഒബ്ജക്റ്റുകൾക്ക് ഇവൻറ്റ് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റുക, ആഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പം ഒന്നും കൂടി ക്വിക്ക് മനസ്സിലാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. ഇഫ് ഇറ്റ്സ് ഗെറ്റിംഗ് ബോർഡ്, ഐ ആം സോ ഫോർ ദാറ്റ്, യു ക്യാൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഓഫ്. നമ്മൾ ബട്ടൻ്റെ പേര് ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ, ന്യൂ ആക്ഷൻ ലിസ്ണർ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഇംപ്ലിമെൻറ്റേഷൻ ഉള്ളവിടെ എഴുതുക, ആക്ഷൻ പെർഫോം എന്നുള്ള മെത്തേഡിൻ്റെ അകത്ത്. സെക്കൻഡ് രൂപമാണെങ്കിൽ പിന്നെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക, ഫ്രെയിമിനെ ഇൻഹെറിറ്റ് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, ആക്ഷൻ ലിസ്ണർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെച്ചം എന്താണ്, ബട്ടൻ്റെ നെയിം ഡോട്ട് ആഡ് ആക്ഷൻ ലിസ്ണർ ഓഫ് ദിസ്, അതായത് ഈ ആക്ഷൻ ലിസ്ണറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഈ ക്ലാസ്സിൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും, ഈ മെത്തേഡ്. ഓക്കെ, അതെവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ അകത്ത് തന്നെ ഓവർറൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആക്ഷൻ പെർഫോംഡ് എന്നുള്ള ഫംഗ്ഷൻ എഴുതുക. അതിൻ്റെ അകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എഴുതാം. ഓക്കെ, ഡയലോഗ്. മൂന്നാമത്തെ രീതി, നമ്മൾ ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, ആക്ഷൻ ലിസ്ണർ ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ഫ്രെയിമിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ബട്ടൺ ക്രിയേറ്റ് ചെയ്ത്, ബട്ടൺ നെയിം ആഡ് ആക്ഷൻ ലിസ്ണർ, ന്യൂ മൈ ആക്ഷൻ ലിസ്ണർ. ഇതൊരു ക്ലാസ്സിൻ്റെ പേരാണ്, ഈ ഇന്നർ ക്ലാസ്സാണ്, ഈ ക്ലാസ്സിൻ്റെ അകത്തുള്ളൊരു ക്ലാസ്സാണ്. ഓക്കെ, അതിൻ്റെ പേര് മൈ ആക്ഷൻ ലിസ്ണർ എന്നാണ്. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് ആരെ, ആക്ഷൻ ലിസ്ണറെ. അതിൻ്റെ അകത്ത് ആക്ഷൻ പെർഫോംഡ് ഉണ്ട്, അവരെന്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് എൻഡ് ഓഫ് ദിസ് ക്ലാസ്. ഏത് ക്ലാസ്സിൻ്റെ, ആക്ഷൻ ലിസ്ണർ ക്ലാസ്. റെഡി. എന്നിട്ട് നമ്മൾ മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് പോയിട്ട് ഫ്രെയിമിൻ്റെ ഈ ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, സെറ്റ് വിസിബിൾ ട്രൂ അടിക്കുക. റെഡി. മൂന്നാമത്തെ രൂപം, ഹലോ വേൾഡ് എക്സിറ്റായി, പ്രോഗ്രാം എക്സിറ്റായി. ഓക്കെ, അപ്പോൾ ഇതാണ് 3 രൂപം. റെഡി, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി ഇത് നമുക്ക് പിന്നെ വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഫയൽ ഡയലോഗ് എങ്ങനെയാണ്. ഓക്കെ, മൗസ് ലിസ്ണേഴ്സ് ഉണ്ട്. മൗസ് എന്തൊക്കെയാണ് ലിസൺ ചെയ്യാന്നുള്ളത്, ഡിഫറെൻറ്റ് ലിസ്ണേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ മൗസ് ക്ലിക്ക്ഡ് ലിസ്ണർ, മൗസ് എൻ്റർ ചെയ്താൽ ലിസ്ണർ, മൗസ് എക്സിറ്റ് ചെയ്താൽ. അപ്പോൾ നമ്മൾ ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ബട്ടണിന് മുകളിലേക്ക് മൗസ് എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൗസ് എൻ്റേർഡ് ലിസ്ണർ യൂസ് ചെയ്യാം. മൗസ് എക്സിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, മൗസ് എക്സിറ്റഡ് ലിസ്ണർ, മൗസ് പ്രസ്ഡ് ലിസ്ണർ, മൗസ് റിലീസ്ഡ് ലിസ്ണർ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആണ് മൗസ് അഡാപ്റ്റർ ഇംപ്ലിമെൻറ്റ്സ് മൗസ് ലിസ്ണർ. അപ്പോൾ അതിൻ്റെ അതിൽ ഫംഗ്ഷൻസാണ് മൗസ് ക്ലിക്ക്ഡ്, എൻ്റേർഡ്, എക്സിറ്റ്. ഈ രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫംഗ്ഷൻ എഴുതിയിട്ട് അതിൻ്റെ ഉള്ളിൽ കറസ്പോണ്ടിങ് കോഡ് എഴുതി കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആക്ഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് വേണ്ട കോഡ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ഈ രൂപത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇവിടെ കാണാം എഫ് ഡോട്ട് ആഡ് മൗസ് ലിസ്ണർ അല്ലേ. ഓക്കെ, മൗസ് ട്രാക്ക്ഡ്, അങ്ങനെ വ്യത്യസ്ത രൂപങ്ങളുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ആക്ഷൻ ലിസ്ണേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞു, ആക്ഷൻ ലിസ്ണേഴ്സിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് ഫ്രെയിമിൻ്റെ 1-2 എക്സാമ്പിൾസും കൂടി പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു ഏരിയ ക്ലോസ് ചെയ്യാം. ഓക്കെ, calculate sum of 2. Okay, I think this is not good. Okay, this is symbol frame.
that we have already discussed. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്ക് ഇത് രൂപത്തിൽ മാറ്റാം, ലേബൽസ് ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം അല്ലേ. ഇനി ഫ്രെയിമിലൊരു കാര്യം കൂടി, നമ്മൾ നേരത്തെ ഒരു സിമ്പിൾ ഫ്രെയിമാണ് യൂസ് ചെയ്തിരുന്നത് അല്ലേ, എക്സ്റ്റെൻസ് ഫ്രെയിം. അതിന് പകരം നമുക്ക് ജെ ഫ്രെയിം യൂസ് ചെയ്യാം. ജെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ജെ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി സ്റ്റൈലിഷ് ആയിരിക്കും. ഓക്കെ, ഒന്നുകൂടി സ്റ്റൈലിഷ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നമുക്ക് സ്വിങ്ങിൻ്റെ അകത്താണ് ജെ ഫ്രെയിം, അതുപോലെ ജെ ബട്ടൺ, ജെ ലേബൽ എന്നുള്ളതിൻ്റെയൊക്കെ എന്തുണ്ടാവുക, കോഡ് ഉണ്ടാവുക. ഓക്കെ, ഒബ്ജക്ട്സ് ഉണ്ടാവുക. AWT എന്നാൽ അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്. അത് ലുക്ക് ആൻഡ് ഫീൽ കുറവായിരിക്കും. ഓക്കെ, അതിന് തിയറി നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നോട്ടിലൊക്കെ ഉണ്ട്, കാണാൻ പറ്റും. ഓക്കെ, അതിൽ ഡിഫറൻസ് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാ ഫ്രെയിം യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിമിൻ്റെ പകരം ജെ ഫ്രെയിം ആയിരിക്കും, ലേബലിൻ്റെ പകരം ജെ ലേബൽ, ബട്ടൻ്റെ പകരം ജെ ബട്ടൺ ഉണ്ടോ, ജെ ബട്ടൺ ബി എന്നൊക്കെ ആയിരിക്കും. ഓക്കെ, അതൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ജാവ x.swing എന്നുള്ള പിന്നെ പാക്കേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ജെ ബട്ടൺസും കാര്യമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ്. പിന്നെ എന്താ പറയുക, ജെ ഫ്രെയിം ആണെങ്കിൽ, സ്വിങ് ഒബ്ജക്റ്റുകളാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ യു ക്യാൻ ഫോക്കസ് മോർ ഓൺ തിയറി. നമ്മൾ ഈ ഇവൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതെല്ലാം പിന്നെ സെയിം തന്നെയാണ്. ജെ ഫ്രെയിം സ്വിങ്സിൻ്റെ എലമെൻറ്റ്സ് ആണെങ്കിലും അതിൽ ഇത്രേ മാറ്റം ഉണ്ടാവുള്ളൂ. ഫ്രെയിമിൻ്റെ പകരം എന്ത് ചെയ്യും, ജെ ഫ്രെയിം യൂസ് ചെയ്യും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ജെ ഫ്രെയിം കൊടുക്കുകയാണെങ്കിൽ ജെ ഫ്രെയിം ഈസ് ഈക്വൽ ടു ന്യൂ ജെ ഫ്രെയിം അല്ലേ. അപ്പോൾ അവിടെ എന്താ പറയുന്നത്, ഓക്കെ, യു ഹാവ് ടു ഇമ്പോർട്ട് ജാവ x.swing.frame എന്നാണ്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്താൽ റെഡി ആയി അല്ലേ, ജെ ഫ്രെയിം എക്സ്റ്റെൻഡ് ആയി. ഓക്കെ, അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. റെഡി? ഓക്കെ, ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഇവൻ്റ് ഹാൻഡ്ലിങ് എങ്ങനെയാണ്, ഓക്കെ, ഡെലിഗേഷൻ, ഇവൻ്റ് മോഡൽ, ഇവൻ്റ് ക്ലാസ്, സോഴ്സ്, ലിസണേഴ്സ് എന്താ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അബ്സ്ട്രാക്ട് വിൻഡോ ടൂൾ കിറ്റ്, വർക്കിംഗ് വിത്ത് ഫ്രെയിംസ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ കളറ് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു. ഫോണ്ടൊക്കെ നമുക്ക് മാറ്റാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫിക്സ് മറ്റു കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാം. AWT കൺട്രോൾസ്, ഫണ്ടമെൻ്റൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അതിൽ ഫ്രെയിം, ജെ സ്വിങ്, മറ്റു കാര്യങ്ങൾ പറഞ്ഞില്ലേ. ഓക്കെ, അതാണ് പിന്നെ സ്വിങ് ഒബ്ജക്ട്സ് ഉള്ളത്. ഓക്കെ, അതിൻ്റെ ഒരു ഓവർവ്യൂ. ഓക്കെ, അതിൻ്റെ തിയറി നിങ്ങൾ നോക്കാം. സോ ഇത് സാധാരണ ചോദിക്കാറുണ്ട് ഏരിയ, ഐ തിങ്ക് ഇറ്റ്സ് 40% ഏരിയ എന്നാണ് ചോദിക്കുക. സോ യു ക്യാൻ കോൺസെൻട്രേറ്റ് മോർ ഓഫ് ദിസ് ഏരിയ. ഓക്കെ, ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് or if you want more discussion, you can give it in the comments. So thank you so much. Okay, ഓക്കെ, നമ്മൾ ഫ്രെയിമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. പ്രാക്ടിക്കലി നമ്മൾ ന്യൂ അടിച്ച് കഴിഞ്ഞാൽ നെറ്റ് ബീൻസിലൊക്കെ നമുക്ക് ജെ ഫ്രെയിം ഫോം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ജെ ഫ്രെയിം ഫോമിൽ നമ്മൾ എംപ്ലോയി സാമ്പിൾ പറയണം. ഓക്കെ, ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും. റെഡി? ഇതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു സിമ്പിൾ ഒരു ഫ്രെയിമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട പോലെ രൂപത്തിലുള്ള ഫ്രെയിമാണ്. ഓക്കെ, ഓക്കെ, ഓൾറെഡി അതിൻ്റെ കോഡ് ബാക്ക്ഗ്രൗണ്ടിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ സോഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡിസൈനായിട്ട് കാണാൻ പറ്റും. നമുക്ക് വേണ്ട കാര്യങ്ങൾ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം ഇവിടെ. അപ്പം സ്വിങ് കണ്ടെയ്നേഴ്സാണ്. ഓക്കെ, സ്വിങ് ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിവിടെ പാനൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു പാനലിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, വേണ്ട നമുക്ക് ലാബിൽ വേണം. ഓക്കെ, അതുപോലെ നമുക്ക് പിന്നെ ടെക്സ്റ്റ് ഫീൽഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. റെഡി? ടെക്സ്റ്റ് ഫീൽഡ്, ലാബിൽ ഇതൊക്കെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് ചെയ്യാം. നമ്മളെല്ലാം കൂടി കൂടുതൽ ചെയ്യണമെന്നില്ല. ഓക്കെ, നമ്മൾ സിലബസ് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് അതങ്ങനെ തന്നെ പറഞ്ഞത്. ബേസിക് ഏറ്റവും നല്ലത് ആ രൂപത്തിൽ പഠിക്കൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റണേ നമുക്ക് ഇവിടെ പറ്റും. ടെക്സ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി മാറ്റാം ഈ ബട്ടൻ്റെ. ഓക്കെ, ലോഗിൻ. ഓക്കെ, ലോഗിൻ. ഇനി കോഡിൽ നമുക്കതിന് പേര് കൊടുക്കാം. ഓക്കെ, BTN ലോഗിൻ. റെഡി? ഇനി ഇവിടെ കോഡിൽ നമുക്ക് LBL യൂസർ നെയിം.
ഓക്കെ, അതിൻ്റെ ടെക്സ്റ്റിൽ പോയിട്ട് യൂസർ നെയിം, ഓക്കെ, ഇവിടെ സേ പാസ്വേഡ്, ഓക്കെ, കോഡിൽ സേ LBL പാസ്വേഡ്. റെഡി. ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, വേരിയബിൾ നെയിമാണത്. സേ TXT യൂസർ നെയിം, TXT പാസ്വേഡ്. ഇനി പ്രോപ്പർട്ടീസ് പോലെ അതിൻ്റെ ടെക്സ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് റിമൂവ് ചെയ്തു. നമ്മൾ സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആണ് ചെയ്യുക, ജാവയിലാണെങ്കിൽ. ഓക്കെ, നമുക്ക് ബട്ടൺ ഉണ്ട് അല്ലേ. ഓക്കെ, നമ്മൾ സാമ്പിളിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഓക്കെ, ജസ്റ്റ് ഫോർ സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ the name is employee. Okay, have a employee, okay, employee. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് സ്വിങ് എന്നുള്ള രൂപത്തിൽ നമുക്ക് അല്ലേ കണ്ടോ. അതിൻ്റെ സൈഡിലൊക്കെ ഷെയ്ഡ് ഉണ്ടാവും സ്വിങ് ആണെങ്കിൽ. ഓക്കെ, മറ്റേ ഓൾഡ് AWT ആണെങ്കിൽ ഒരു രൂപമാവില്ല, ഇത്ര ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാവില്ല, ഒരു 3D ഒരു ചെറിയ എഫക്റ്റ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കോഡ് എഴുതിയിട്ട് ലോഗിൻ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 6th മോഡ്യൂൾ നമ്മൾ ഡാറ്റാബേസിലേക്കൊക്കെയുള്ള കണക്റ്റിവിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കണക്റ്റ് ചെയ്തിട്ട് യൂസറിൻ്റെ പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ലോഗിൻ ചെയ്യാം. റെഡി. ഇനി ഈ ലോഗിൻ്റെ ഇവിടെ ക്ലിക്കിൽ കോഡ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം അല്ലേ എങ്ങനെ വേണ്ടത്. അപ്പോൾ ഇതിലാണെങ്കിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിന് കറസ്പോണ്ടിങ് ആക്ഷൻ പെർഫോംഡിലേക്ക് വരും അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, എടുക്കാം. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആണെങ്കിൽ TXT യൂസർ നെയിം അല്ലേ, യൂസർ നെയിം ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് അല്ലേ. ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് കിട്ടും അല്ലേ. അതുപോലെ TXT പാസ്വേഡ് ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ ടെക്സ്റ്റ് കിട്ടും അല്ലേ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡാറ്റാബേസിലേക്ക് ആക്സസ് ചെയ്യാം, നമുക്ക് പ്രിൻറ്റ് ചെയ്യാം അല്ലേ. ഡയലോഗ് ബോക്സ് ക്രിയേറ്റ് ചെയ്ത് ഡയലോഗ് അവിടെ വ്യൂ ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതൊരു പേജാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഇപ്പോൾ എംപ്ലോയി എന്നുള്ള പേജ്, എംപ്ലോയി ഹോം ആണെങ്കിൽ ഇനി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ ഹോം പേജ് എന്ന് പറഞ്ഞിട്ട് വേറെ പേജ് ക്രിയേറ്റ് ചെയ്യാം. റെഡി. അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഫോമിൽ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഈ 6 മോഡ്യൂൾ ശരി കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബേസിക് നോളേജ് വെച്ചിട്ട് അത്യാവശ്യം ചെറിയ ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഓരോ പാക്കേജുകൾ, ഓൺലൈൻ അവൈലബിൾ പാക്കേജുകൾ എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ആൻഡ്രോയിഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ജാവ കോഡാണ് മെയിൻലി. ജാവ വെച്ചിട്ട് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഈ പാക്കേജുകളും കാര്യങ്ങളും, അപ്പോൾ അതിന് ബേസിക് കാര്യങ്ങളാണ് KTU ഇതിൽ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ജാവയിലുള്ള. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്, ബൈ.